സ്വപ്നജീവിതം. വിഷാദകാലങ്ങളെ താണ്ടിയത് റാമിൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു. ആ സ്നേഹത്തെ പിൻപറ്റിയല്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത വിധം ഞാൻ അയാളിൽ വീണ് കിടന്നിരുന്നു. സ്നേഹമെന്നത് എന്നെ അത്രമേർ ദുർബലയാക്കി. റാമിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഉതകം വിധം മാറ്റിക്കൊണ്ടിരുന്നു. അയാളില്ലാത്തൊരു നിമിഷം പോലും അതിജീവിക്കാൻ പറ്റാതെയായി. സ്വാർത്ഥതയോടെ റാമിനെ ചേർത്ത് പിടിക്കുന്നതിൽ അഹങ്കരിച്ചു. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു. കഥകളും കവിതകളും സിനിമയുമൊക്കെ സംസാര വിഷയങ്ങളായി. കടൽ കാണാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ കടലിലിറങ്ങാൻ ഭയമായിരുന്നു. നിലതെറ്റി അതിനുള്ളിലേക്ക് വീണു പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ റാം കൈകളിൽ പിടിച്ചെന്നെ കടലിലിറക്കി. ആദ്യമായി കാലുകളിൽ തിരമാല അടിച്ചപ്പോൾ ഭയന്ന് നിലതെറ്റിപ്പോയ എന്നെ ഇരു കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, നിന്നെ ഞാൻ എവിടെയും വീഴാൻ അനുവദിക്കില്ലെന്ന് എൻ്റെ കാതിൽ പറഞ്ഞു. ആ നിമിഷം ഒരു കടൽ കുതിരയെപ്പോലെ മനസ്സ് പാഞ്ഞു. 1000 നക്ഷത്ര മത്സ്യങ്ങൾക്കിടയിലൂടെ കടലിൻ്റെ അടിത്തട്ടിൽ നീന്തി നടന്നു. പണ്ട് വായിച്ച കഥകളിലെ കടൽ കൊട്ടാരങ്ങൾ മുന്നിൽ തുറന്നു. മത്സ്യദേവതകളും കിനാവള്ളികളുമെല്ലാം ഒപ്പം നൃത്തം ചെയ്തു. കുറച്ചകലെയുള്ള പവിഴദ്വീപുകളിൽ അവർ വിരുന്നൊരുക്കി. പളുങ്കുമുത്തുകൾ കൊണ്ട് അവർ ആഭരണങ്ങൾ സമ്മാനിച്ചു. സ്വർണവാലുകളുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ കടലിലെ നിഗൂഢമായ നിധിപേടകങ്ങൾ എനിക്ക് മാത്രമായി കാട്ടിത്തന്നു. ഹോ ദൈവമേ, സ്വപ്നം കാണുകയാണോ? കാലുകളിൽ വന്നു തട്ടുന്ന തിരമാലകളുടെ തണുത്ത സ്പർശം അനുഭവിച്ചുകൊണ്ട് റാമിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് സ്വപ്നത്തിലോ യാഥാർത്ഥ്യത്തിലോ എന്നറിയാനാവാത്ത വിധം കണ്ണുകളടച്ച് ലഹരി പൂണ്ട് മണിക്കൂറുകളോളം നിന്നു. കടലെന്ന ഭയം ആനന്ദമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിലെ സ്വപ്നാടക ശരീരത്തെ ഭേദിച്ചുകൊണ്ട് ആ കടലിന് മുകളിലും അടിത്തട്ടിലുമായി ഒഴുകി നടന്നു. ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് തോന്നി. വാ, നമുക്ക് പോയാലോ? റാം ചോദിച്ചു. കുറച്ച് കഴിയട്ടെ. ഞങ്ങൾ തിരമാലകളിൽ നിന്ന് കുറച്ചു മാറി തീരത്ത് തന്നെയിരുന്നു. എൻ്റെ കാൽവിരലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കടൽ മണ്ണ് മുണ്ടിൻ്റെ തുമ്പുകൊണ്ട് റാം തുടച്ചു മാറ്റുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുട്ടിയമ്മയെ ഓർമ്മ വന്നു. പണ്ട് സ്കൂളിൽ നിന്ന് നടന്ന് ആവശ്യമായി വരുമ്പോൾ കുട്ടിയമ്മ ഇതുപോലെ അവരുടെ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് ഇരു കാലുകളിലെ മണ്ണും പൊടിയും തുടയ്ക്കുന്നത് ഓർമ്മ വന്നു. അതീവ സ്നേഹത്തോടെ റാമിനെ കെട്ടിപ്പിടിച്ചു. കുട്ടികളെപ്പോലെ റാം കൊഞ്ചിക്കുമ്പോൾ നഷ്ടപ്പെട്ട കുട്ടിയമ്മയുടെ സ്നേഹം അനുഭവിക്കുകയായിരുന്നു. സത്യത്തിൽ എല്ലാ മനുഷ്യരിലും തേടിക്കൊണ്ടിരുന്നത് കുട്ടിയമ്മയുടെ സ്നേഹം തന്നെയായിരുന്നു. അവരോടൊപ്പം എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും അതിൻ്റെ കുറഞ്ഞ അളവിലെങ്കിലും കിട്ടിയാൽ ഞാൻ ആ സ്നേഹത്തിൽ വീണു പോകുമായിരുന്നു. ആദ്യമായി നെറ്റിയിൽ വലിയ വടപൊട്ട തൊടുവിച്ചത് റാമായിരുന്നു. നിന്റെ പുരികങ്ങൾക്കിടയിൽ ഞാൻ എന്നെ മറന്നു വയ്ക്കുന്നു എന്നയാൾ ഒരിക്കൽ പറഞ്ഞു. പല രാത്രികളിലും ജനൽ തുറന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. മുറ്റത്ത് പടർന്നു കിടക്കുന്ന വലിയ ഇലഞ്ഞിമരത്തെയും നിലാവ് വീണു കിടക്കുന്ന അതിൻ്റെ ചില്ലകളെയും കാറ്റത്ത് ഇളകിയാടുന്ന ഇലകളെയും നോക്കി അയാളെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ആകാശത്തേക്ക് ഞാൻ ഒരു ഊഞ്ഞാലിട്ടിരുന്നു. ഇലഞ്ഞിപ്പൂക്കൾ മണക്കുന്ന രാത്രിയിൽ ഞങ്ങൾ മാത്രമുള്ള ആകാശത്തിൻ്റെ ആ ഒറ്റമുറിയിൽ ഒരു നദിയായി ഞാൻ ഒഴുകി. പ്രണയത്തിൻ്റെ ആകാശവള്ളികൾ ചുറ്റി വരിഞ്ഞു. ഭൂമിയാകെ ഞങ്ങളുടെ സ്വപ്നക്കുമിളുകൾ നീല നിറത്തിൽ പറന്നു നടന്നു. അയാൾ എൻ്റെ കറുത്തു നീണ്ട വിരലുകളെ ചുംബിക്കുമ്പോൾ ഞങ്ങളറിയാതെ പോയ ജന്മങ്ങളെയെല്ലാം പേരറിയാത്ത പൂക്കളായി കവിളുകളിൽ വന്നു തൊട്ടു. അവൻ്റെ പ്രണയത്തിൻ്റെ കാട്ടുമരുതുകൾക്കിടയിൽ ഉന്മാദിനിയായി മേയുന്ന കസ്തൂരി മൃഗമാണ് ഞാൻ എന്നൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു. പ്രണയത്തിൽ അത്രയും ഉന്മാദിനിയായിരുന്നു. കാട്ടുകടന്നൽ കൂടിളകിയതുപോലെ പ്രണയത്തിൽ ഞാൻ ഉഴറി. ഒരേ സമയം അതീവ ശാന്തരൂപിയും അത്രയും തന്നെ അപകടകാരിയുമായ ഒരു പ്രണയസത്വമാണ് ഞാനെന്ന് തോന്നിയിട്ടുണ്ട്. വീണുപോയാൽ ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം ആണ്ടുപോകും. റാമിൻ്റെ സ്നേഹത്തിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. സ്നേഹത്തിന് വേണ്ടി ഉഴറിയെത്തുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ആ വാക്കിൻ്റെ ചൂടുപറ്റി ഞാൻ കിടക്കുമായിരുന്നു. ഞാനൊരു സ്വപ്ന നാടകയെപ്പോലെ അലിഞ്ഞു നടന്നു. നിറയെ കവിതകൾ എഴുതി. ഞങ്ങളുടെ ചെറിയ പിണക്കങ്ങളിൽ പോലും മരണവേദനയോടെ കരഞ്ഞു. എന്നെ മനസ്സിലാകുന്നേയില്ലെന്ന് അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം അതിനേക്കാൾ ശക്തമായ സ്നേഹത്തോടെ റാമിനെ പൊതിഞ്ഞു. ഓരോ മുറിവുകളിൽ നിന്നിട്ട് വീഴുന്ന ചോര കഴുകി തുടച്ച് അയാളിലേക്ക് തന്നെ ചെന്നടിഞ്ഞു.
എനിക്ക് ഒറ്റയ്ക്കുള്ള ബസ് യാത്ര സാധ്യമായിരുന്നില്ല. ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും വല്ലാതെ ഭയപ്പെടുത്തി. മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. കൈകാലുകൾ നഷ്ടപ്പെട്ട് കൃത്രിമോപകരണങ്ങൾ വാങ്ങാൻ വരുന്ന പലർക്കും അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടത് വാഹനാപകടങ്ങൾ കാരണമായിരുന്നു. പലരുടെയും അനുഭവങ്ങൾ കേട്ട് കുട്ടിക്കാലത്തുള്ളിൽ കയറിയ പേടിയും വേട്ടയാടി. കാലുകൾക്ക് മുകളിലൂടെ ബസ് കയറിയിറങ്ങുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ടുണ്ട്. മുൻകാലുകൾ ഉയർത്തി ബസ്സിൻ്റെ പടിയിൽ ചവിട്ടുന്നതിനിടയിൽ കാലൊന്നിടറിയാൽ ഞാൻ നിലമതിക്കുമെന്ന ആദിയായിരുന്നു എനിക്ക്. ബസ് യാത്രകളൊക്കെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒപ്പമായിരുന്നു. റാമുമായുള്ള സൗഹൃദവും പ്രണയവുമാണ് ആ ഭയത്തെയും ഇല്ലാതാക്കിയത്. ആദ്യമൊക്കെ കൈകളിൽ താങ്ങി, പിന്നീട് ഒറ്റയ്ക്ക് കയറാനും ഇറങ്ങാനും പ്രാപ്തയാക്കിയത് റാമായിരുന്നു. അത് വലിയൊരു നേട്ടമായിരുന്നു. അതിൽ ഞാൻ മതിമറന്ന് ആനന്ദിച്ചു. സാധാരണ മനുഷ്യർക്ക് പ്രസക്തമല്ലാത്ത പല കാര്യങ്ങളും ഒരു ഭിന്നശേഷി സമൂഹത്തിന് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരം വമ്പൻ നേട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. തനിച്ച് ബസ്സിൽ കയറാൻ കഴിഞ്ഞ ആ ദിവസത്തെ ഞാൻ അടയാളപ്പെടുത്തുന്നത് ആർക്കും എത്തിപ്പെടാനാവാത്ത ഒരു ഗ്രഹത്തെ ഒറ്റയ്ക്ക് കീഴടക്കിയ അനുഭൂതിയോടെയായിരുന്നു. ആ നിമിഷത്തെ ദിവസങ്ങളോളം താലോലിച്ചു കൊണ്ടിരുന്നു. ബസ് യാത്ര ഹരമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടതും കവിതകൾ എഴുതിയതും ബസ് യാത്രക്കിടയിലായിരുന്നു. റാമിൻ്റെ കൈവിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് ബസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്തിരുന്ന ഒരു പറ്റം വെള്ളിമേഘങ്ങളെ നോക്കി പൂന്തോട്ടങ്ങളെയും കുതിരകളെയും മഞ്ഞുമലകളെയും ആട്ടിൻപറ്റങ്ങളെയും അരണമരങ്ങളെയും പരസ്പരം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ആകാശം നോക്കിയിരിക്കുന്ന കഥ റാമിനോട് പറഞ്ഞു. കിഴക്കേ മുറ്റത്തെ ഊഞ്ഞാലിന് താഴെയായി പടർന്നു കിടക്കുന്ന കറുകപ്പുല്ലുകൾക്ക് മുകളിൽ ഞാൻ ആകാശം നോക്കി കിടക്കുമായിരുന്നു. തലേന്ന് പഠിച്ച പാഠത്തിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ചുരുണ്ട വെള്ളിമുടിയും മുഖവുമുള്ള രൂപം മേഘങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നത് കണ്ടു. കുറച്ച് നീങ്ങിയപ്പോൾ ആ മേഘക്കെട്ടുകളുടെ രൂപം മാറി. അത് ചെങ്കുത്തായ മലഞ്ചെരിവുകളായി. പിന്നെ ചിലങ്ക കെട്ടിയ ഒരു നർത്തകിയുടെ രൂപത്തിൽ ആ മേഘക്കൂട്ടങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു. റാം, നിനക്കറിയാമോ, എൻ്റെ കണ്ണുകളിൽ ഒരാകാശവും ഒരു കടലും ഒരു കായലും പിന്നെ രഹസ്യങ്ങളെ ഒളിപ്പിക്കാൻ ഒരു കുള്ളൻ ഗ്രഹവും സ്വന്തമായുണ്ട്. അത് കേട്ട് റാം ഉറക്കെ ചിരിച്ചുകൊണ്ട് കവിളിൽ തലോടിയിട്ട് പറഞ്ഞു, നീ എന്നാണ് കുഞ്ഞെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാകമാകുന്നത്? അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളം പിങ്ക് നഖങ്ങളും നനുത്ത രോമങ്ങളുമുള്ള റാമിൻ്റെ കൈവിരലുകളിൽ ചുംബിച്ചു. റാമിൻ്റെ ബാല്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അയാൾ ഏറ്റവും കൂടുതൽ വാചാലനാകുന്നത് ബാല്യത്തെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു. റാമിൻ്റെ ബാല്യത്തിലൂടെ കണ്ണുകളടച്ച് ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അവരുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ കൂറ്റൻ പറങ്കിമാവും അതിൽ കൂട്ടുകാരുമൊത്ത് അണ്ണാൻ കുഞ്ഞുങ്ങളെപ്പോലെ ചാടി നടക്കുന്നതും ആമക്കുരു റബ്ബർ പത്തലിൻ്റെ കായ വെയിലത്ത് വെച്ച് ചൂടാക്കി കടലാസ് കത്തിക്കുന്നതും തെക്കേപ്പറമ്പിലെ റാമിൻ്റെ അച്ഛൻ്റെ കൃഷിയിടത്തിൽ നിന്നും വെളിഞ്ഞ പൊട്ടാറായ വെള്ളരികൾ പറിച്ച് പങ്കിട്ട് തിന്നുന്നതും അടുത്തുള്ള കുളത്തിൽ നിന്നും വരാലിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നതും പെങ്ങന്മാരുടെ പൊട്ടിയ കുപ്പിവിളകൾ മണ്ണെണ്ണ വിളക്കിൽ കാണിച്ച് ചേർത്തൊട്ടിക്കാൻ നോക്കുന്നതുമെല്ലാം പറയുമ്പോൾ റാമിൻ്റെ മുഖത്തെ ഞരമ്പുകളിലൂടെ വിഷാദവും ആനന്ദവും ഇടകലർന്നൊഴുകുമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നഷ്ടമായ ബാല്യകാലത്തെ റാമിൻ്റെ വാക്കുകളിലൂടെ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും ഭയപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു കടലും ബസ് യാത്രയും. അതെല്ലാം മാറി നിന്നു മാത്രം നോക്കി ആസ്വദിക്കുകയായിരുന്നു അത്രയും കാലം. ഉള്ളിലെ ഭയത്തെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന കാരണങ്ങളാക്കി മാറ്റാൻ റാമിന് കഴിഞ്ഞിരുന്നു. പ്രണയം പരിഗണനയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമായിരുന്നു. ഉന്മാദാവസ്ഥയും വന്യമായ സങ്കല്പങ്ങളും കൂടിച്ചേരുന്നതുകൊണ്ടാണ് എനിക്ക് പോലും പിടിതരാത്ത വിധത്തിൽ അത് എന്നിൽ കിടന്ന് തിളച്ചു മറിയുന്നത് എന്ന് ഇടയ്ക്കൊക്കെ തിരിച്ചറിയാറുണ്ട്. അപ്പോഴും വിവാഹമെന്ന വാക്കിനെ ഭയപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിലെ വഴക്കുകളും സംഘർഷങ്ങളും വിവാഹമെന്ന ഒരു ചിന്തയിൽ നിന്ന് അകറ്റിയിരുന്നു. അത്രമാത്രം അരക്ഷിതത്വവും പേടിയുമായിരുന്നു ആ വാക്കിനോട്.
ജീവിതത്തിൽ ഇങ്ങനെ ഒരു പങ്കാളി ഉണ്ടാകില്ല എന്ന തീരുമാനം വളരെ മുമ്പേ എടുത്ത ഒന്നായിരുന്നു. അവരുടെ സംഘർഷം നിറഞ്ഞ ജീവിതം സമ്മാനിച്ച ഭയവും വിഷാദവും ഇപ്പോഴും എന്നിൽ നിന്ന് പോയിട്ടില്ല. ആ ഓർമ്മകൾ ഇടയ്ക്കിടെ പായൽ പോളകൾ പോലെ എന്നിൽ വീർത്ത് പൊന്തി നിന്നു. ഒരു ദിവസം റാം ഒരു പുസ്തകം സമ്മാനിച്ചു. കവിയും വിവർത്തകനുമായ വേണു വി ദേശം പരിഭാഷപ്പെടുത്തിയ ലല്ലേശ്വരി കവിതകളായിരുന്നു അത്. കശ്മീരി കവയിത്രിയായ ലല്ലേശ്വരിയെ വായിച്ചപ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും എന്നിൽ നിറഞ്ഞു. 12-ാം വയസ്സിൽ വിവാഹിതയായ അവർ ഭർത്തൃവീട്ടിലെ യാതനകൾ സഹിക്കാനാകാതെ 24-ാമത്തെ ദിവസം വീട് വിട്ടിറങ്ങി അവധൂതയായി. ആത്മീയ വഴിയിൽ ജീവിച്ച അവരുടെ ജീവിതവും തത്വചിന്തകളും ഏറെ ആകർഷിച്ചു. അവരുടെ കവിതകൾ പലയാവർത്തി വായിച്ചു. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു പുസ്തകത്തിൻ്റെ പരിഭാഷകനായ വേണുമാഷിനെ വിളിക്കുന്നതും പരിചയപ്പെടുന്നതും. അതിഗംഭീരമായ ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഞാൻ റാം ഒരു ദിവസം മാഷിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ നാടായ ദേശത്തേക്ക് പോയിരുന്നു. വരുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നതിനാൽ ഞങ്ങളെ കാത്ത് അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിരറ്റ സ്നേഹത്തോടെ മാഷ് ചേർത്ത് പിടിച്ചു. പുസ്തകങ്ങളെയും കവിതകളെയും നോവലുകളെയും പറ്റി ഒരുപാട് സംസാരിച്ചു. പാശ്ചാത്യ സാഹിത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവിനു മുന്നിൽ അത്ഭുതപ്പെട്ടു നിന്നു. ദസ്തോയെവ്സ്കിയുടെ പല കൃതികളും മാഷിന് കാണാപ്പാഠമായിരുന്നു. ദ ഗാംബ്ലർ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഇഡിയറ്റ്, വൈറ്റ് നൈറ്റ്സ് എന്നീ കൃതികളിലെ വരികൾ കാണാതെ പറഞ്ഞു കേൾപ്പിക്കുന്നത് അതിശയത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. പലപ്പോഴും മാഷ് ജീവിതത്തെയും മനുഷ്യബന്ധങ്ങളെയും ഉപമിക്കുന്നത് ദസ്തോയെവ്സ്കിയുടെ വരികൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ദസ്തോയെവ്സ്കിയെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് മനുഷ്യാത്മാക്കൾ എന്നതുകൊണ്ടാകാം ഞങ്ങൾക്കിടയിലെ സൗഹൃദം പോലും അത്ര ആഴമേറിയതായത്. മാഷുമായുള്ള സൗഹൃദമായിരുന്നു എന്നെ ജിദ്ദു കൃഷ്ണമൂർത്തിയിലേക്കും നിത്യചൈതന്യ യതിയിലേക്കും ഓഷോയിലേക്കുമൊക്കെ എത്തിച്ചത്. അവർ ഏറെ സ്വാധീനിച്ചു. പല കാരണങ്ങളാലും അസ്വസ്ഥമായിരുന്ന മനസ്സിനെ ശാന്തമാക്കാൻ അവരുടെ ആത്മീയ ഭാഷണങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകളിലിരുന്ന് ആലുവ പുഴയിൽ നോക്കി ഞങ്ങൾ മൂന്നാളും ഏറെ നേരം സംസാരിക്കുമായിരുന്നു. സംസാരങ്ങൾ അത്രയും പുസ്തകങ്ങളെയും കവിതകളെയും കഥകളെയും സംഗീതത്തെക്കുറിച്ചുമായിരുന്നു. ആ വർത്തമാനങ്ങൾക്കിടയിൽ പലതവണ അകാരണമായി പൊട്ടിച്ചിരിക്കുകയും പെട്ടെന്ന് അഗാധമായ മൗനത്തിലേക്ക് വീണ് ഏറെ നേരം കണ്ണുകളടച്ച് ധ്യാനാത്മകമായിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിവിചിത്രമായ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി എന്നിൽ കൗതുകമുളവാക്കി. സത്യത്തിൽ മറ്റൊരു ദസ്തോയെവ്സ്കി മുന്നിലിരിക്കുന്നതായാണ് തോന്നിയത്. വിസ്മയകരമായ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര തരം മനുഷ്യബന്ധങ്ങളിലാണ് നമ്മൾ കണ്ണിചേർക്കപ്പെടുന്നത് എന്ന് ആലോചിച്ചു. കാലം മനുഷ്യനിൽ നടത്തുന്ന മായാജാലങ്ങളോർത്ത് ഏറെ നേരമിരുന്നു. ഇത്തരം മനുഷ്യരിലോ സങ്കല്പങ്ങളിലോ അഭയം പ്രാപിക്കുന്നത് ഏറെക്കുറെ സ്വസ്ഥമാക്കിയിരുന്നു. അസംതൃപ്തവും സംഘർഷഭരിതവുമായ മനോനിലയിൽ നിന്നും ആശ്വാസത്തിലേക്കുള്ള ഒരു തൂക്കുപാലമായിരുന്നു ഈ മനുഷ്യരൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. അക്കാലത്ത് വേണുമാഷിൻ്റെ സ്വാധീനം കൊണ്ട് വേർഡ്സ്വർത്തിൻ്റെയും വെർജീനിയ വുൾഫിൻ്റെയും ഒക്കെ ചെറിയ ചില കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരിഭാഷ എന്നത് ഏറ്റവും ശ്രമകരമായ ഒരു സർഗാത്മക പ്രവർത്തനമാണെന്നും അതൊരു ധ്യാനാവസ്ഥയാണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് വേണുമാഷായിരുന്നു. അദ്ദേഹവുമായുള്ള സൗഹൃദമായിരുന്നു പരിഭാഷ എന്ന മഹത്തരമായ കർമ്മത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് ഖലീൽ ജിബ്രാൻ്റെ ചെറിയ ചില പ്രണയലേഖനങ്ങൾ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ചിലതൊക്കെ മാഷിനെ കാണിക്കുകയും ചെയ്തിരുന്നു. മാഷ് തെറ്റുകൾ തിരുത്തുകയും അത് ശരിയാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിരുന്നു. പിന്നീടൊരിക്കൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീ കുറച്ച് ചെറുകഥകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആരുടെ ചെറുകഥകളാണ് മാഷേ? ലിയോ ടോൾസ്റ്റോയുടെ. മാഷ് പറഞ്ഞു. അത് കേട്ടതും നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അയ്യോ, അതൊക്കെ പറ്റുമോ മാഷേ? എനിക്കതിനുള്ള ധൈര്യമില്ല. സാരമില്ല, നീയൊന്ന് ശ്രമിക്ക്, നമുക്ക് നോക്കാം. മാഷ് തന്ന ധൈര്യത്തിൻ്റെ ബലത്തിൽ 1 മാസത്തോളം നീണ്ടുനിന്ന കഠിനമായ പരിശ്രമത്തിന് ശേഷം ടോൾസ്റ്റോയുടെ 5 ചെറുകഥകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. മാഷിന് കഥകൾ കൊടുക്കുമ്പോൾ നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷേ മാഷത് വായിച്ച ശേഷം വിളിച്ച് അഭിനന്ദിക്കുകയും വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ആ വാക്കുകളുണ്ടാക്കിയ ആനന്ദം ചെറുതല്ലായിരുന്നു.
ഈ ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു. ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷം ഒലിവ് പബ്ലിക്കേഷൻസ് ഒലിവ് ക്ലാസിക് പരമ്പരയായി 3 പുണ്യാത്മാക്കളും മറ്റ് കഥകളും എന്ന പേരിൽ പുസ്തകമിറക്കുകയും ചെയ്തു. ഒരു പരിഭാഷക എന്നത് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒന്നായിരുന്നു. പക്ഷെ കാലം എന്നെ അവിടെയും അടയാളപ്പെടുത്തി. കാലമേ, നീ തന്ന മുറിവുകളിലൊക്കെ നീ തന്നെ തേനിറ്റിക്കുന്നല്ലോ. നീ തന്ന കൊടുംവിള്ളലുകളൊക്കെ നീ തന്നെ മൂടുന്നുവല്ലോ.